ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ട് പബ്ലിസിറ്റിയെക്കുറിച്ചാണ്. പബ്ലിസിറ്റി റെഫേഴ്സ് ടു ദ കമ്മ്യൂണിക്കേഷൻ അബൌട്ട് ആൻ ഓർഗനൈസേഷൻ, ഇറ്റ്സ് പ്രോഡക്ട്സ് ഓർ പോളിസീസ് ത്രൂ ദ മീഡിയ നോട്ട് പെയ്ഡ് ഫോർ ബൈ ദി ഓർഗനൈസേഷൻ. ഇറ്റ് റെഫേഴ്സ് ടു ദ ജനറേഷൻ ഓഫ് ന്യൂസ് അബൌട്ട് എ പേഴ്സൺ, പ്രോഡക്റ്റ് ഓർ സർവീസ്. പബ്ലിസിറ്റി എന്നുള്ളത് എന്താണ്? ഒരു ഓർഗനൈസേഷനെക്കുറിച്ചോ ഓർഗനൈസേഷനിലെ പ്രോഡക്റ്റുകളെക്കുറിച്ചോ ഓർഗനൈസേഷൻ്റെ പോളിസീസ് നയങ്ങളെക്കുറിച്ചോ ഒക്കെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ രീതിയാണ്, ആശയവിനിമയ രീതിയാണ്. ഏതിലൂടെ? ത്രൂ മീഡിയാസിൻ്റെ സഹായത്തോട് കൂടിയിട്ട്. നോട്ട് പെയ്ഡ് ഫോർ ബൈ ദി ഓർഗനൈസേഷൻ. സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ പണം മുടക്കാതെ, യാതൊരുവിധ പണവും നൽകാതെ പത്രത്തിലൂടെ അതുപോലെയുള്ള മീഡിയാസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നു? ഒരു കമ്പനിയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ കമ്പനിയുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ളൊക്കെ വിവരങ്ങൾ എന്ത് ചെയ്യുന്നു? ആശയവിനിമയം നടത്തുന്ന രീതിയാണ് പബ്ലിസിറ്റി എന്നുള്ളത്. പബ്ലിസിറ്റി ഈസ് എ ഫോം ഓഫ് നോൺ പേഴ്സണൽ അൺപെയ്ഡ് മാസ് കമ്മ്യൂണിക്കേഷൻ. പബ്ലിസിറ്റി എന്നുള്ളത് എന്താണ്? ഒരു നോൺ പേഴ്സണൽ ആയിട്ടുള്ള അതുപോലെ തന്നെ അൺപെയ്ഡ് മാസ് കമ്മ്യൂണിക്കേഷനാണ്. പണമൊന്നും മുടക്കാതെയുള്ള ഒരു കമ്പനിയെ കുറിച്ചുള്ള വിവരങ്ങൾ എന്ത് ചെയ്യുന്നു? പണം മുടക്കാതെ, യാതൊരു വിധത്തിലുള്ള പണവും മുടക്കാതെ മാസ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന രീതിയാണ് ഇത്. പബ്ലിസിറ്റി ക്യാൻ ഡൺ ത്രൂ എ പ്രിൻ്റ് ഓർ ബ്രോഡ്കാസ്റ്റ് മീഡിയ. പ്രിൻ്റ് മീഡിയയിലൂടെ അല്ലെങ്കിൽ ടെലിവിഷൻ അതുപോലെ ഇൻ്റർനെറ്റ് മറ്റുള്ള മീഡിയാസിൻ്റെ സഹായത്തോട് കൂടിയിട്ടൊക്കെ പബ്ലിസിറ്റി ചെയ്യുവാൻ സാധിക്കും. ദെൻ വി ആർ മൂവിങ് ടു ദി ടൂൾസ് ഓഫ് പബ്ലിസിറ്റി. പബ്ലിസിറ്റി നടത്തുന്നതിന് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ടൂളുകൾ ഏതെല്ലാമാണ്? ഒന്നാമത്തേതാണ് ന്യൂസ് റിലീസ് അല്ലെങ്കിൽ പ്രസ് റിലീസ് എന്നുള്ളത്. ന്യൂസ് റിലീസ് അല്ലെങ്കിൽ പ്രസ് റിലീസ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പബ്ലിസിറ്റി അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ ടൂളായിട്ട് പറയുന്നത്. ദിസ് ഈസ് യൂഷ്വലി എ സിംഗിൾ പേജ് ഓഫ് ടൈപ്പ് റിട്ടൺ കോപ്പി കണ്ടെയ്നിങ് ഫ്യൂവർ ദാൻ 300 വേർഡ്സ്. 300 വാക്കുകളിൽ കൂടാത്ത ഒരു റിട്ടൺ കോപ്പി, സിംഗിൾ പേജ് റിട്ടൺ കോപ്പിയാണ് സാധാരണ രീതിയിൽ എന്ത് ചെയ്യുക? ഒരു ന്യൂസ് റിലീസ് അല്ലെങ്കിൽ പ്രസ് റിലീസിൽ ഉണ്ടാവുക. ഒരു കമ്പനിയെക്കുറിച്ച് അല്ലെങ്കിൽ കമ്പനിയുടെ പ്രൊഡക്റ്റുകളെക്കുറിച്ച്, കമ്പനിയിലുള്ള ആളുകളെക്കുറിച്ചൊക്കെയുള്ള ഫേവറബിൾ ആയിട്ടുള്ള ഒരു ന്യൂസാണ് എന്ത് ചെയ്യുക? സ്വാഭാവികമായിട്ടും ന്യൂസ് അല്ലെങ്കിൽ പ്രസ് റിലീസിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഫീച്ചർ ആർട്ടിക്കിളാണ് മറ്റൊന്ന്. ദിസ് ഈസ് എ ലോങ്ങർ മാനുസ്ക്രിപ്റ്റ് അപ് ടു 3000 വേർഡ്സ് പ്രിപ്പയർഡ് ഫോർ എ സ്പെസിഫിക് പബ്ലിക്കേഷൻ. ഒരു പ്രത്യേക പബ്ലിക്കേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? 3000 വാക്കുകൾ വരെയുള്ള ഒരു ലോങ്ങർ മാനുസ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ അതാണ് ഫീച്ചർ ആർട്ടിക്കിൾ എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനിയുടെ സിഇഒയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറെക്കുറിച്ച്, ഒരു കമ്പനിയുടെ ഫൗണ്ടറെക്കുറിച്ചൊക്കെ ഏതെങ്കിലും പബ്ലിക്കേഷനിൽ, ഏതെങ്കിലും മാഗസിനിലൊക്കെ അച്ചടിച്ച് വരികയാണെങ്കിൽ, യാതൊരു വിധത്തിലും പണം മുടക്കാതെ അച്ചടിച്ച് വരികയാണെങ്കിൽ അത് ഫീച്ചർ ആർട്ടിക്കിളിന് എക്സാമ്പിളാണ്. അതുപോലെ ക്യാപ്ഷൻഡ് ഫോട്ടോഗ്രാഫ്. ഇറ്റ് ഈസ് എ ഫോട്ടോഗ്രാഫ് വിത്ത് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ എക്സ്പ്ലെയിനിങ് ദ പീപ്പിൾ ഓർ ഇവൻറ്റ് പിക്ചേർഡ്. ഒരു ചിത്രവും അതിന് വളരെ ചുരുങ്ങിയ വാക്കുകളിലുള്ള ഒരു വിശദ ഡിസ്ക്രിപ്ഷനും അടങ്ങുന്നതാണ് ഇത് ക്യാപ്ഷൻഡ് ഫോട്ടോഗ്രാഫ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഫോട്ടോഗ്രാഫിന് എന്ത് ചെയ്യുന്നു? ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചോ ഒക്കെ എന്ത് ചെയ്യുന്നു? ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ക്യാപ്ഷൻഡ് ഫോട്ടോഗ്രാഫ് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ദെൻ വി ആർ മൂവിങ് ടു ദി പബ്ലിക് റിലേഷൻ. എ ജേർണലിസ്റ്റ് ക്യാൻ പബ്ലിഷ് എനി സ്റ്റോറീസ് ഈ വിഷസ്. ഒരു ജേർണലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം, ഒരു പത്രപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അയാൾക്ക് ഇഷ്ടമുള്ള സ്റ്റോറി അല്ലെങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ള ന്യൂസ് എന്ത് ചെയ്യാം? അയാൾക്ക് പബ്ലിഷ് ചെയ്യുവാൻ സാധിക്കും. എ മാർക്കറ്റർ ഹാസ് നോ കൺട്രോൾ ഓവർ ദി ജേർണലിസ്റ്റ്. ഒരു മാർക്കറ്റർക്ക് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് ഒരു ജേർണലിസ്റ്റിന് മുകളിൽ യാതൊരു വിധത്തിലുള്ള കൺട്രോളുമില്ല. എ ജേർണലിസ്റ്റ് ക്യാൻ ക്രിയേറ്റ് എ നെഗറ്റീവ് പബ്ലിസിറ്റി ഓർ പോസിറ്റീവ് പബ്ലിസിറ്റി. ഒരു കമ്പനിയുടെ പ്രോഡക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ സർവീസിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുക? പോസിറ്റീവായിട്ടുള്ളൊരു പബ്ലിസിറ്റിയോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള പബ്ലിസിറ്റിയോ ക്രിയേറ്റ് ചെയ്യാൻ ആർക്ക് സാധിക്കും? ഒരു ജേർണലിസ്റ്റിന് സാധിക്കും. കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ മോശമാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് മോശമാണ് എന്ന് തന്നെ എന്ത് ചെയ്യുക? നെഗറ്റീവായിട്ട് പബ്ലിസിറ്റി കൊടുക്കാൻ ആർക്ക് സാധിക്കും? ഒരു ജേർണലിസ്റ്റിനെ കൊണ്ട് സാധിക്കും. ഇനി എന്തല്ല, ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് വളരെ മേന്മയുള്ളതാണെങ്കിൽ അതിനെക്കുറിച്ച് കൊടുക്കാനും ആർക്ക് സാധിക്കും? ഒരു ജേർണലിസ്റ്റിനെ കൊണ്ട് സാധിക്കും. ദിസ് ടൈപ്പ് ഓഫ് കവറേജ് ഈസ് റീഡ് ഓർ സീൻ ബൈ ബോത്ത് കസ്റ്റമേഴ്സ് ആൻഡ് അതർ പബ്ലിക് ഓഫ് ദി കമ്പനി. ഒരു കമ്പനിയുടെ കസ്റ്റമേഴ്സും പൊതുജനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? ഇത്തരത്തിലുള്ള കവറേജ് റീഡ് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്.
ത്രൂ ദ യൂസ് ഓഫ് പബ്ലിക് റിലേഷൻ ആക്ടിവിറ്റി. പബ്ലിക് റിലേഷൻ ആക്ടിവിറ്റീസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് എ മാർക്കറ്റർ ക്യാൻ അറ്റംപ്റ്റ് ടു ഇൻഫ്ലുവൻസ് എ ജേർണലിസ്റ്റ് ഓർ ഫേവറബിളി ഇംപ്രസ് ദ പീപ്പിൾ. എന്ത് ചെയ്യുന്നു? ആളുകളെ ഇംപ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഒരു ജേർണലിസ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? പബ്ലിക് റിലേഷൻ ആക്ടിവിറ്റീസിലൂടെ ആര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു സ്ഥാപനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. These groups have interest in the company's ability to achieve its objectives. In short, publics have an impact on the success or failure of the firm. പബ്ലിക് എന്നുള്ളത് ഒരു സ്ഥാപനത്തിൻ്റെ വിജയത്തിനും പരാജയത്തിനും വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്. ബേസിക്കലി ദർ ആർ 4 ഗ്രൂപ്പ്സ് ഓഫ് പബ്ലിക്. അടിസ്ഥാനപരമായിട്ട് പബ്ലിക് 4 തരത്തിലാണ് ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളത്. കസ്റ്റമർ, ഷെയർ ഹോൾഡർ, എംപ്ലോയി ആൻഡ് കമ്മ്യൂണിറ്റി എന്നിങ്ങനെയാണ് തരംതിരിച്ചിട്ടുള്ളത്. സോ ദ മാർക്കറ്റേഴ്സ് ഷുഡ് എസ്റ്റാബ്ലിഷ് റിലേഷൻ വിത്ത് ദിസ് ഗ്രൂപ്പ്. ഈ 4 ഗ്രൂപ്പുമായിട്ടും എന്ത് ചെയ്യണം? ഒരു മാർക്കറ്റർ എന്ത് ചെയ്യേണ്ടതുണ്ട്? ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നാണ്. ദ മീനിങ് ആൻഡ് ഡെഫിനീഷൻ ഓഫ് പബ്ലിക് റിലേഷൻ. പബ്ലിക് റിലേഷൻ്റെ മീനിങ് ആൻഡ് ഡെഫിനീഷനാണ് ഇനി പറയുന്നത്. പബ്ലിക് റിലേഷൻ ഈസ് എ വേഴ്സറ്റൈൽ കമ്മ്യൂണിക്കേഷൻ ടൂൾ. ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ഓൾ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. എല്ലാ തരത്തിലുള്ള സ്ഥാപനങ്ങളും ഉപയോഗപ്പെടുത്തുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ടൂളാണ് ഇത് പബ്ലിക് റിലേഷൻ എന്നുള്ളത്. ഇറ്റ് ക്രിയേറ്റ്സ് എ ഫേവറബിൾ അറ്റ്മോസ്ഫിയർ ഫോർ കണ്ടക്ടിങ് ബിസിനസ് ഓഫ് ദി ഫേം. ഒരു സ്ഥാപനത്തിൻ്റെ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നതിനുള്ള ഏറ്റവും അനുയോജ്യമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നതിന് എന്ത് ചെയ്യുന്നു? പബ്ലിക് റിലേഷൻ എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. പബ്ലിക് റിലേഷൻ ഇൻവോൾവ്സ് ദ ടോട്ടൽ പ്രോസസ് ഓഫ് മെയിൻറ്റെയിനിങ് ഗുഡ് റിലേഷൻ വിത്ത് ദ പബ്ലിക് ആൻഡ് ഇംപ്രൂവ് ദ ഇമേജ് ഓഫ് ദി ഫേം ഇൻ ദി ഐസ് ഓഫ് ദി പബ്ലിക്. പബ്ലിക്കുമായിട്ട് നല്ലൊരു ബന്ധം മെയിൻറ്റെയിൻ ചെയ്യുവാനും, അതുപോലെ എന്ത് ചെയ്യുന്നു? പബ്ലിക്കിൻ്റെ മുന്നിൽ എന്ത് ചെയ്യുന്നു? സ്ഥാപനത്തിന് നല്ലൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുവാനും പബ്ലിക് റിലേഷൻ എന്ത് ചെയ്യുക? ഉപയോഗിക്കാറുണ്ട്. ഇൻ ഷോർട്ട്, പബ്ലിക് റിലേഷൻ ഈസ് ദ ഡെവലപ്മെൻറ്റ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഗുഡ് റിലേഷൻ വിത്ത് ഡിഫറെൻറ്റ് പബ്ലിക്സ്. It is a systematic act of building an image of a product or company among the people. Then we are moving to the objectives of public relation. ഒരു പബ്ലിക് റിലേഷൻ്റെ ലക്ഷ്യം എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് ഒരു പബ്ലിക് റിലേഷൻ ആക്ടിവിറ്റീസിൽ അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ ആക്ടിവിറ്റീസിൽ ഓർഗനൈസേഷൻസ് ഇൻവോൾവ് ചെയ്യുന്നത്? ഒന്നാമത്തത്, ടു പ്രൊമോട്ട് പ്രൊഡക്ട്സ്, ഐഡിയ, ഓർഗനൈസേഷൻ. ഒരാശയത്തെയോ ഒരു ഉൽപ്പന്നത്തെയോ ഒരു സ്ഥാപനത്തെയോ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? പബ്ലിക് റിലേഷൻ ഉപയോഗപ്പെടുത്താം. അതുപോലെ ടു ബിൽഡ് ക്രെഡിബിലിറ്റി ആൻഡ് ഇമേജ് ഓഫ് ദി കമ്പനി. ഒരു സ്ഥാപനത്തിന് വിശ്വാസ്യതയും ആളുകളുടെ ഇടയിൽ ഒരു ഇമേജ് ബിൽഡ് ചെയ്യുന്നതിനും ഉപയോഗിക്കാം. ടു റെഡ്യൂസ് പ്രൊമോഷൻ കോസ്റ്റ്. സ്ഥാപനത്തിൻ്റെ പ്രൊമോഷൻ കോസ്റ്റ് കുറക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? പബ്ലിക് റിലേഷൻ ഉപയോഗപ്പെടുത്താം. ശ്രദ്ധിക്കേണ്ട കാര്യം, പബ്ലിക് റിലേഷൻസ് എന്ത് ചെയ്യുന്നു? പലപ്പോഴും കോസ്റ്റ് വളരെ കുറഞ്ഞതാണ്. ടു മോട്ടിവേറ്റ് ആൻഡ് ഹെൽപ്പ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആൻഡ് സെയിൽസ് ഫോഴ്സ് സെൽ ദി പ്രോഡക്റ്റ്. ഒരു ഉൽപ്പന്നത്തെ വിൽപ്പന നടത്തുന്നതിന് ഡിസ്ട്രിബ്യൂട്ടറെയും സെയിൽസ് ഫോഴ്സിനെയും എന്ത് ചെയ്യുക? ഹെൽപ്പ് ചെയ്യുക. ടു ഏൺ സപ്പോർട്ട് ഓഫ് ദി പബ്ലിക്. പബ്ലിക്കിൻ്റെ സപ്പോർട്ട് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ടു ഹെൽപ്പ് ഓവർകം നെഗറ്റീവ് പബ്ലിസിറ്റി. ഇപ്പോൾ ഒരു കമ്പനിയെക്കുറിച്ചോ പ്രോഡക്റ്റിനെ കുറിച്ചോ ഉള്ള നെഗറ്റീവ് പബ്ലിസിറ്റിയിൽ നിന്നും എന്ത് ചെയ്യുക? ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ഇമ്പോർട്ടൻസ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് പബ്ലിക് റിലേഷൻ. പബ്ലിക് റിലേഷൻസിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഇറ്റ് ഹാസ് എ സ്ട്രോങ് ഇമ്പാക്റ്റ് ഓൺ പബ്ലിക് അവെയർനെസ് അറ്റ് ലോവർ കോസ്റ്റ് ദാൻ അഡ്വർടൈസിങ്. അഡ്വർടൈസിങ്ങിനേക്കാളും വളരെ കുറഞ്ഞ ചെലവിൽ എന്ത് ചെയ്യാൻ സാധിക്കുന്നു? ആളുകളുടെ ഇടയിൽ ഒരു പബ്ലിക് അവെയർനെസ് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചോ കമ്പനിയെക്കുറിച്ചോ ഉണ്ടാക്കുവാൻ സാധിക്കുന്നു. ഒരു ഗുഡ് ആൻഡ് ഫേവറബിൾ ഇമേജ് കമ്പനിയെക്കുറിച്ച് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്നു. ഇത് പുതിയ പ്രൊഡക്റ്റുകളെ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാൻ സഹായിക്കുന്നു. അതുപോലെ ഇറ്റ് ഹെൽപ്സ് ടു സ്ട്രെങ്തൻ ദ എംപ്ലോയീസ് മൊറൈൽ. എംപ്ലോയീസിൻ്റെ മൊറൈലിനെ എന്ത് ചെയ്യുന്നു? സ്ട്രെങ്തൻ ചെയ്യുവാൻ സഹായിക്കുന്നു. ഇറ്റ് ഈസ് മോർ ക്രെഡിബിൾ ദാൻ അഡ്വർടൈസിങ്. അഡ്വർടൈസിങ്ങിനേക്കാളും വിശ്വാസ്യതയേറിയിട്ടുള്ള ഒരു ഇതാണ് ഇത് പബ്ലിക് റിലേഷൻ എന്നുള്ളത്. ദെൻ മേജർ ടൂൾസ് ഓഫ് പബ്ലിക് റിലേഷൻ. പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ടൂളുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഒന്ന് നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെ ന്യൂസ് ആൻഡ് പ്രസ് റിലീസ്, അതുപോലെ സ്പീച്ചസ് ആണ് രണ്ടാമത്തേതായിട്ട് പറയുന്നത്. സ്പീച്ചസ് എന്ന് പറയുമ്പോൾ കമ്പനി എക്സിക്യൂട്ടീവ്സ് ഫീൽ ക്വസ്റ്റ്യൻസ് ഫ്രം ദി മീഡിയ ഓർ ഗിവ് ടോക്സ് അറ്റ് ട്രേഡ് അസോസിയേഷൻ ഓർ സെയിൽസ് മീറ്റിംഗ്. സെയിൽസ് മീറ്റിങ്സിൽ, ട്രേഡ് മീറ്റിങ്സിൽ, അതുപോലെ ട്രേഡ് അസോസിയേഷൻ്റെ പ്രോഗ്രാമുകളിലൊക്കെ എന്ത് ചെയ്യുന്നു? ഒരു സ്ഥാപനത്തിൻ്റെ എക്സിക്യൂട്ടീവായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു? മീഡിയാസിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നു എന്നുണ്ടെങ്കിൽ അതെന്താണ്? പ്രധാനപ്പെട്ട പബ്ലിക് റിലേഷൻ ആക്ടിവിറ്റിയാണ്. ഫോർ എക്സാമ്പിൾ, മുകേഷ് അംബാനി
ഒരു മീഡിയയുടെ മുമ്പാകെ എന്ത് ചെയ്യുന്നു, പ്രസൻറ്റ് ചെയ്യുകയും മീഡിയയുടെ ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്, പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ സ്പെഷ്യൽ ഇവൻറ്റ്സ് ആണ് അടുത്തത്. കമ്പനീസ് ക്യാൻ ഓർഗനൈസ് ആൻഡ് സ്പോൺസർ നമ്പർ ഓഫ് സ്പെഷ്യൽ ഇവൻറ്റ്. പ്രത്യേക ഇവൻറ്റുകൾക്ക് എന്ത് ചെയ്യാം, സ്പോൺസർ ചെയ്യുവാൻ സാധിക്കും കമ്പനികൾക്ക്. അതുപോലെ പ്രത്യേക ഇവൻറ്റുകൾ എന്ത് ചെയ്യാം, ഓർഗനൈസ് ചെയ്യുവാൻ സാധിക്കും. സച്ചാസ് സ്പോർട്ട് ടൂർണമെൻറ്റ്, മ്യൂസിക് പ്രോഗ്രാമുകൾ, ഡാൻസ് ആൻഡ് ആർട്സ് ആൻഡ് അതർ കൾച്ചറൽ പ്രോഗ്രാംസ്, കോണ്ടസ്റ്റ് ആൻഡ് കോമ്പറ്റീഷൻ, ഇതൊക്കെ ഇതിലൂടെയൊക്കെ എന്ത് സ്പെഷ്യൽ ഇവൻറ്റ്സിലൂടെ പബ്ലിക് റിലേഷൻ നടത്തുവാൻ സാധിക്കും. എക്സാമ്പിളായിട്ട് പറയുന്നത് മാതൃഭൂമി, അതുപോലെ ലേണേഴ്സ് അക്കാദമിയൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചേർന്നുകൊണ്ട് ഒരുപാട് പ്രോഗ്രാമുകൾ എന്ത് ചെയ്യാറുണ്ട്, കണ്ടക്ട് ചെയ്യാറുണ്ട് സ്പെഷ്യൽ ഇവൻറ്റ്സുകളിലൂടെ. അതുപോലെ റിട്ടൺ മെറ്റീരിയലിലൂടെ, കമ്പനിയുടെ ന്യൂസ് ലെറ്റർ, കമ്പനിയുടെ മാഗസിൻസ്, ആനുവൽ റിപ്പോർട്ടുകളിലൂടെയൊക്കെ എന്ത് ചെയ്യാം, പബ്ലിക് റിലേഷൻ സാധ്യമാകും. അതായത് കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ടുകൾ ഉണ്ടാവും, വാർഷിക റിപ്പോർട്ട്, അതിൽ കമ്പനിയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഉണ്ടാവും. അതുപോലെ കമ്പനിയുടെ ന്യൂസ് ലെറ്റേഴ്സ് ഉണ്ടാവും, കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, കമ്പനിയുടെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട ബ്രോഷറുകൾ, ഇതൊക്കെ പബ്ലിക് റിലേഷൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അതുപോലെ ഓഡിയോ വിഷ്വൽ മെറ്റീരിയൽസ്, ഫിലിം, വീഡിയോ, ഓഡിയോ കാസറ്റ്, സ്ലൈഡ്, സൗണ്ട് പ്രോഗ്രാമുകളൊക്കെ എന്ത് ചെയ്യുക, ഇതിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ എക്സ്ക്ലൂസീവ് സ്റ്റോറീസ് എന്ത് ചെയ്യുന്നു, ഒരു കമ്പനിയെക്കുറിച്ച് എന്ത് ചെയ്യുന്നു, എക്സ്ക്ലൂസീവായിട്ടുള്ളൊരു സ്റ്റോറി ഒരു ജേർണലിസ്റ്റ് തയ്യാറാക്കുന്നുവെങ്കിൽ അതും ഇതിന് എക്സാമ്പിളാണ്. ഇറ്റ് മേ ഇൻക്ലൂഡ് എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ വിത്ത് CEO ഓഫ് ദി കമ്പനി. ഒരു കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായിട്ട് ഒരു ഇൻ്റർവ്യൂ നടത്തുകയാണെങ്കിൽ അതും പബ്ലിക് റിലേഷനിൽ പെട്ടതാണ്. ഫോർ എക്സാമ്പിൾ സുന്ദർ പിച്ചെ ഗൂഗിൾ ആൽഫാബെറ്റ് കമ്പനിയുടെ CEO ആണ്. സോ ഗൂഗിളിൻ്റെ സുന്ദർ പിച്ചയുമായിട്ട് എന്ത് ചെയ്യുന്നു, CEO ആയിട്ടുള്ള സുന്ദർ പിച്ചയുമായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഇൻ്റർവ്യൂ, എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ വെക്കുന്നുണ്ട് എങ്കിൽ അത് പബ്ലിക് റിലേഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അതുപോലെ സോഷ്യൽ നെറ്റ്വർക്കിങ്ങും ഇതിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്, പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക് യു.